സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് അടിച്ചുമാറ്റാൻ പോകുന്ന കാര്യമൊന്നുമില്ല. എന്നാൽ രാത്രി ഇന്ന് വലിയൊരു കോലാഹലം തന്നെ നടന്നായിരുന്നു. ഷിൻചാൻ എന്തൊക്കെ എന്നെ പറഞ്ഞതെന്ന് അറിയാമോ നിങ്ങൾക്ക്? അറിയില്ലല്ലോ. അപ്പോൾ എന്തായാലും ഇപ്പം തന്നെ നമുക്ക് ഷിൻചാൻ്റെ അടുത്ത് എന്താ കാര്യം എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഷിൻചാൻ തന്നെ പറഞ്ഞു തരും. നമുക്ക് എന്തായാലും ഇവിടെ പോവാം. സോ ഗായ്സ്, നമ്മൾ ഇവരുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഫ്രാങ്ക്ലിൻ പെട്ടെന്ന് പോയാ കോളങ്കാർ അടുത്ത് മാറ്റിയിട്ട് എൻ്റെ ഫ്രണ്ട് ഡോറേമോനെ വിളിച്ചിട്ട് പോവാ. അപ്പോൾ ഫ്രാങ്ക്ലിൻ അവൻ GTA സിറ്റിയിലാണ് വന്നത്. അവിടെ പോയി വിളിച്ചിട്ട് വന്നേ. ശരി ഫ്രാങ്കിൻ, നിങ്ങൾ പോയിട്ട് വാ. നമ്മളെ ഷിൻചാൻ്റെ ആഗ്രഹമല്ലേ, നിങ്ങളെല്ലാം സഹായിച്ചു കൊടുക്കാനേ ഉള്ളൂ. സോ ഗൈസ്, ഷിൻചാൻ റിയൻ പറഞ്ഞേട്ടെ, ഇതാണ് അവരുടെ വർത്താനം. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ്? ചെയ്ത് കൊടുക്കണ്ടേ? എന്തായാലും ഫസ്റ്റ് പ്രയോറിറ്റി ടു ഗോൾഡൻ കാർ. അതെൻ്റെ കളക്ഷൻ്റെ ഒക്കെ വരാൻ പോണ കാറാണ്. ഞാൻ ഇന്ന് അത് മാത്രം അടിച്ചു മാറ്റാന്ന് വെച്ചപ്പോൾ വള്ളി പിടിച്ചോണ്ട് വന്നെ ഈ ഷിൻചാൻ. നമ്മുടെ ഡോറേമോൻ ഇവിടെ 2 ദിവസമൊക്കെ ഉണ്ടാവുള്ളൂ. ഇതേ ഗൈസ്, ഇതാണ് നമ്മുടെ കളക്ഷൻ. എങ്ങനെ സീനല്ലേ? കളക്ഷൻ സീനല്ലേ? ഉണ്ട്. ഇപ്പം എല്ലാ കാറും ഉണ്ട്. ഇല്ലാടി സാധനങ്ങളൊക്കെ നമ്മളെ ഇരിക്കുന്നത്. അല്ല, ബുഗാട്ടി അതിരിക്കണം കണ്ടേ, സീനാണ്. നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ 2 പേര് കമൻറ്റ് ഇട്ടത്, അവർക്കെല്ലാം റിപ്ലൈ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഗുഡ് ബ്ലാക്ക് കാർ എന്ന് പറഞ്ഞ് ഇട്ടിട്ടുണ്ട്. എന്തായാലും താങ്ക് യു. ഞാൻ പറഞ്ഞിട്ട് ആകെ ഒരാൾ മാത്രമേ എത്തുള്ളൂ. എനിക്ക് ഈ കാറുകളൊക്കെ ഇഷ്ടമായെങ്കിൽ ഗുഡ് കാർസ് എന്ന് പറഞ്ഞുകൊണ്ട് കമൻറ്റ് ഇട്ടേക്ക്, അല്ലെങ്കിൽ ഗുഡ് എന്തെങ്കിലും പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമൻറ്റ് ഇട്ടേക്ക്. ഇങ്ങനെയാണ് നമ്മുടെ ഡിഫൻഡർ. കണ്ട, നമ്മുടെ ഡിഫൻഡർ ഇപ്പോൾ സീനില്ലേ? കയറിയപ്പോൾ തന്നെ അത് ആ വീലിൻ്റെ ഈ സാധനത്തിൻ്റെ പ്രശ്നമാണ്. മോഡിഫൈ ചെയ്താൽ കുറച്ച് ഡിഫക്റ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇതിന് വരും. അതൊന്നും കാര്യമാകണ്ട. നമുക്കെന്തായാലും ഇത് എടുത്തിട്ട് ഡൊമിങ്കോസിൻ്റെ അടുത്തേക്ക് പോവാം. എന്തായാലും അവന് ലൊക്കേഷൻ അറിയാം. അത് കാരണം ഞാൻ ഇന്നലെ വിളിച്ച് ചോദിച്ചായിരുന്നു, ഇന്ന് കാർ അടിച്ചാൽ മാറ്റാൻ പോകണ്ടല്ലോ, അപ്പോൾ ലൊക്കേഷനൊക്കെ അറിയുമെന്ന്. അപ്പോൾ അവനറിയാമെന്നാണ് പറഞ്ഞത്. ഇത് എവിടെയാണോ എന്നറിയില്ല. അറിയാമെന്നല്ല അവൻ പറഞ്ഞത്. എന്ന് വെച്ചാൽ നോക്കാമെന്നൊക്കെ പറഞ്ഞത്. എന്തായാലും നമുക്ക് ചെന്ന് ചോദിച്ചു നോക്കാം. ചമ്മായിരിക്കില്ല. പിന്നെ വേറൊരു സാധനമുണ്ട്. ഡൊമിങ്കോസ് ഈയിടക്കില്ലേ, അല്ല ഖത്തറില്ല, ഡൊമിങ്കോസ് ഈയിടക്ക് നമുക്ക് മിഷൻസ് ഒന്നും തരാറില്ല ഗൈസ്. എന്താ കാര്യം എന്നറിയില്ല. അവൻ മിഷനൊന്നും തരാറില്ല. മറന്നു പോയിട്ടായിരിക്കും. നമുക്കങ്ങനെ അങ്ങോട്ട് പോയി പറയാം. മിഷൻ വേണമെന്നല്ല, കാറിൻ്റെ ലൊക്കേഷനാണ് ചോദിക്കാൻ പോണത്. എന്തായാലും നമുക്ക് പെട്ടെന്ന് പോവാം. ഒന്നുമില്ല. ഇത്ര വലിയ സീനില്ല. അയ്യോ ഗൈസ്, ജസ്റ്റ് ഡോറിൻ്റെ അടുത്തും ജസ്റ്റ് ഒന്ന് ആയിപ്പോയാ. ഡോറിൻ്റെ അങ്ങോട്ട് ആഞ്ഞു പോയതാ. കുഴപ്പമില്ല, കുറച്ച് മുറുക്കാനല്ലേ പോയുള്ളൂ അല്ലേ? വേറെ സീനൊന്നും ഇല്ലല്ലോ. എന്തായാലും ചാടി ഡൊമിങ്കോസിൻ്റെ അടുത്തേക്ക് കുഴപ്പമില്ല, ഇതൊന്നും കുഴപ്പമില്ല. നമുക്ക് ചാടി ഡൊമിങ്കോസിൻ്റെ അടുത്തേക്ക് പോവാം. എവിടെ ഈ വട്ടം ലെവൽ 1 കംപ്ലീറ്റ്. ലെവൽ 2 അത്രേ. എടാ, നീ ഗോൾഡ് ബുഗാട്ടി വെച്ചിട്ടല്ലേ വന്നത്? അതിൻ്റെ ലൊക്കേഷൻ നമ്മുടെ ജുറാസിക് പാർക്കിൻ്റെ ചുറ്റും കറങ്ങി നോക്കിയാൽ മനസ്സിലാവും. എൻ്റെ വണ്ടി പറന്നുപോയി കണ്ടു. ഇന്നാണ് ഞാൻ അടിച്ചു വെച്ച ലംബോർഗിനി. ആ പുറകെ കിടക്കണ്ട, അടുത്തോണ്ട് പൊക്കോ അടിച്ചു മാറ്റാൻ. സോ ഗൈസ്, ഡൊമിങ്കോസ് നല്ലവനായിട്ടുണ്ട്. എന്തായാലും നമുക്ക് ആ പുറകെ ലംബോർഗിനി പോയി എടുക്കാം. ഞാൻ വിചാരിച്ചൊക്കെ അവനെ ഇടിച്ച് പൊളിച്ച് കളഞ്ഞായിരിക്കുന്നു. എന്തായാലും നമുക്ക് പോവാം. ഇന്ന് കുറച്ച് സമയം എടുക്കും ഗൈസ്. തുറക്ക് കുറച്ച് സമയം എടുക്കും. കാരണം GTA 5 സിറ്റിയിൽ പോകുന്നൊക്കെ അറിയാമല്ലോ ഗൈസ്. ഇവിടെ നിന്ന് വേറെ സിറ്റിക്ക് പോകണം. ആ സിറ്റിയിൽ പോയിട്ട് താഴെ കിടക്കണേ. GTA 5 സിറ്റിയിൽ പോയി വരുമ്പോഴേക്കും നമ്മൾ ഊപ്പാട് ഇളകും. GTA 5 സിറ്റിയിൽ പോകാനുള്ള ഷോർട്ട് കട്ട് മാത്രമേ ഇത്. ലോങ് കട്ട് എന്ന് വെച്ചാൽ എയറോപ്ലെയിൻ പിടിച്ച് പോകണം. എയറോപ്ലെയിൻ പിടിച്ച് പോകാൻ 2 ദിവസം എടുക്കും ഗൈസ്. അങ്ങോട്ട് ഭയങ്കര ദൂരമാണ്. GTA 5 സിറ്റി ലോസ് ഏഞ്ചൽസ് എന്ന സ്ഥലത്താണ്. എന്തായാലും നമുക്കിതൊന്ന് വട്ടം ചുറ്റി നോക്കാം. ഇവിടെ എങ്ങനെ കാറ് കണ്ടു കിട്ടിയാലോ. ഇവിടെ മൊത്തം വട്ടം ചുറ്റാൻ ഇടിച്ചില്ല. അത് കുഴപ്പമില്ല, നമുക്ക് പ്രദീപിൻ്റെ വർക്ക്ഷോപ്പിൽ കൊടുക്കാം. അല്ലെങ്കിൽ അവിടെ സിറ്റികളിലൊക്കെ പോകുന്നുണ്ടല്ലോ, അവിടെ എങ്ങനെ ശരിയാക്കാൻ കൊടുക്കാം. ഫ്രണ്ട് അടിച്ച് പോയി ഗോൾഡ്. അപ്പം ഒരു 5.5 കോടിയൊക്കെ ആകുമ്പോൾ അത് കുഴപ്പമില്ല. നമുക്ക് കടം മേടിക്കാം. അല്ല, പ്രദീപിൻ്റെ കടയിൽ കൊടുത്താൽ പിന്നെ സീനുണ്ടാവില്ല. വേറെ കടയിൽ പോയാൽ നമ്മൾ മോഷ്ടിക്കണ ആളെ കാരണം ചിലപ്പോൾ പൈസ കൊടുക്കാതൊക്കെ വരും.
അപ്പം ഇനി ഒരു 100 കോടി. ഓക്കെ അത്രേ ഉള്ളൂ. എന്തായാലും പെട്ടെന്ന് പോവാം. എവിടെ സിറ്റി കാണില്ലല്ലോ. എൻ്റെ കണ്ണിൻ്റെ അല്ല സിറ്റി അവിടെ തന്നെ ഉണ്ട്, നമ്മൾ കാണാതിരുന്നാണ്. ഇനി ഈ സിറ്റിയിൽ പോയിട്ട് നമ്മൾ എന്താ ചെയ്യണ്ടേ? ഹെലികോപ്റ്റർ കണ്ടുപിടിക്കുമല്ലേ. ഇവിടെ കുറേ ആൾക്കാർ GTA 5 സിറ്റി പോവാറുണ്ട്. കാരണം ഹെലികോപ്റ്ററൊക്കെ ഒരു ഫിക്സഡ് സ്ഥലത്താണ് വെച്ചേക്കുന്നത്. ഈ GTA 5 സിറ്റി പോകാൻ എന്തൊക്കെ ചെയ്യുന്നത്? ഈ 1.5 കോടി 100 കോടിയൊന്നും പോരാതെ വരും. കാറൊക്കെ തിരിച്ച് നേരെ ഇട്ടിട്ടുണ്ട്. നമുക്ക് എന്തായാലും വീണ്ടും ഹെലികോപ്റ്റർ കണ്ടുപിടിക്കാൻ തന്നെ പോവാം. ഇവിടെയാണോ എന്തോ. നമ്മളില്ലേ പ്രദീപിൻ്റെ കടയിലല്ല, ഇവിടെ ഇല്ലേ ഡൊമിങ്കോസിൻ്റെ കൂട്ടുകാരനുണ്ട്, അവൻ്റെ കടയിൽ കൊടുത്തിട്ടുണ്ട്. കാശൊന്നും കൊടുത്തിട്ടില്ല. ഈ പുല്ലിൻ്റെ അവിടെ വെച്ചാണ് കഴിഞ്ഞ വട്ടം എനിക്ക് ഹെലികോപ്റ്റർ കിട്ടിയത്. എന്തായാലും ഇവിടെ മൊത്തം നോക്കാം. ഇവിടെ കുറേ നേരം നോക്കി ഗൈസ്. ഇവിടെ കണ്ടു തീയെടുക്കണ്. ഈ കാറില്ലേ അതൊരു ഹെലികോപ്റ്ററിൽ ഒരു പ്ലെയിൻ വിളിച്ചുകൊണ്ട് വന്നോളും. നമുക്ക് പോയാൽ മതി. നമ്മളവിടെ സ്പോണാകുമ്പോൾ കാറും അവിടെ എത്തിക്കോളും എന്നാണ് പറഞ്ഞത്. എനിക്കറിയില്ല. ഡൊമിങ്കോസ് എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ആ ഭാഗത്ത് പോയിട്ട് ഞാൻ ചാടണം. ചാടിയാൽ നമ്മൾ നേരെ ടെലിപ്പോർട്ടായി വേറെ സിറ്റിയിൽ എത്തുന്നതാണ് പറയുന്നത്. നമുക്ക് ചാടി നോക്കാം. ഗൈസ്, ഞാനങ്ങനെ ചാടിയിട്ടുണ്ട്, താഴെ വീണിട്ടുണ്ട്, എണീറ്റിട്ടുണ്ട്. അതേ നമ്മൾ കാറെത്തിയില്ല. ഇത് കുറച്ച് അത്ഭുതമാണല്ലോ, വിശ്വസിക്കാൻ പറ്റാത്ത പരിപാടിയാണ്. എന്തായാലും നമുക്ക് നമ്മുടെ ജെറ്റ് പാക്ക് തപ്പിപ്പോകും. ജെറ്റ് പാക്കിൽ കയറിയാലും അറിയാലോ നമ്മളെ കുറച്ച് സീനാന്ന് അറിയാലോ. ഇത് ഹൈടെക് സിറ്റി അല്ലേ. അപ്പോൾ ഇവിടെ ഇൻവിസിബിൾ മതിലുകളുണ്ട്, ശത്രുക്കളൊന്നും കയറാതിരിക്കാൻ വേണ്ടി. അത് ഞാൻ മറന്നുപോയി ഗൈസ്. നമുക്ക് ഈ കൺസ്ട്രക്ഷൻ സൈറ്റിൽ പോയി നോക്കാം. അവർ ഈ സ്പേസ് മാറ്റിയെന്ന് പറഞ്ഞാൽ ഇവിടെ കുറേ കള്ളന്മാരൊക്കെ ഉള്ള കാരണം മതിൽ ചാടി പോയി നോക്കേ. ഇവിടെ ഇല്ലെങ്കിൽ പുറത്തായിരുന്നു, നമ്മൾ മണ്ടന്മാരാണ്. കാർ അവർ ടോ ചെയ്തെന്ന് വെച്ചാൽ എടുത്തിട്ട് നമുക്ക് ഇവിടെ ചാടി നോക്കാം. ഗൈസ്, ഒത്തിരി GTA 5 സിറ്റിയിൽ എത്തി താഴെ വീണ് നമ്മളെ കാറൊക്കെ അവിടെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഒറ്റ കാര്യം, ഡോറേമോനെ വിളിക്കണം. ഡോറേമോൻ എവിടെയാണെന്നൊന്നും അറിയില്ല. ലൊക്കേഷൻ അയച്ചു തന്നിട്ടുണ്ട്, പക്ഷേ എനിക്ക് ലൊക്കേഷൻ മനസ്സിലാവണം. കാരണം നമ്മുടെ സിറ്റിയായി നമുക്ക് പിന്നെയും കണ്ടുപിടിക്കാം. GTA 5 സിറ്റിയിൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും, ഞാൻ ഒരു വട്ടം വന്നിട്ടുള്ളൂ. പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. എന്തായാലും ഇവിടെ കൂടെ ഇറങ്ങിയൊക്കെ നോക്കാമല്ലേ. ഓഫ് റോഡിങ് ആണ്. എനിക്ക് ഓഫ് റോഡിങ് ആണ് ഇഷ്ടം. ബുഗാട്ടി വെച്ച് അതും ഗോൾഡൻ ബുഗാട്ടി വെച്ച് ഓഫ് റോഡിങ് ചെയ്യുമ്പോൾ ഒരു സുഖമാണ്. ഇങ്ങനത്തെ പാർട്സൊക്കെ ഊരി പോകുമ്പോൾ. എന്തായാലും ഡോറേമോൻ്റെ അടുത്ത് ചെല്ലിനേക്കാൾ മുമ്പ് ഡൊമിങ്കോസിൻ്റെ ഫ്രണ്ട് ഇവിടെ ഉണ്ടാകും. കാരണം GTA സിറ്റി അവൻ്റെ സിറ്റി എന്ന് വെച്ചാൽ അവൻ താമസിച്ചിരുന്ന സിറ്റിയാണ്. അത് കാരണം അവന് വല്ല ഫ്രണ്ട്സും ഉണ്ടാകും. എന്തായാലും നമുക്ക് ശരിയാക്കിയിട്ട് പോവാം. ഇവിടെ എങ്ങും ഡോറേമോനെ കാണുന്നില്ല. എനിക്ക് തോന്നുന്നു അവൻ വേറെ എവിടെയെങ്കിലും പോയേക്കുവാണ്. എന്തായാലും നമുക്ക് പെട്ടെന്ന് പോവാം. കാരണം എന്ത് സ്പീഡിലാണ് ഞാൻ പോണേ. എൻ്റെ സിറ്റിയിൽ പോലും ഞാൻ ഇത്ര സ്പീഡിൽ പോകാറില്ല. കാരണം ഡോറേമോനെ കണ്ടുപിടിക്കാൻ എങ്ങാനും വന്നാൽ ഷിൻചാൻ, നിങ്ങളെല്ലാം കണ്ടല്ലേ, ഷിൻചാൻ സീനാക്കും. പിന്നെ റിയൻ പറഞ്ഞിട്ടുണ്ട് കൊണ്ടുവന്നെന്ന്. അപ്പം രണ്ടുപേരും കൂടെ എൻ്റെ വീട്ടിൽ നിന്ന് ഗൈസ്, അങ്ങനെ കുറേ തപ്പി ഇവനെ കണ്ടുപിടിച്ച് ഡോറേമോനെ പെട്ടെന്ന് വണ്ടി കയറി കഥ പറയാൻ സമയമില്ല. ഗൈസ്, ഡോറേമോൻ കയറിയിട്ടുണ്ട്. നമ്മളെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. എന്തായാലും എടുക്കാം. ഡോറേമോനെ നീ ഇവിടെ ഇരുന്നോ, ഞാൻ ചിൻചാനെ വിളിച്ചിട്ട് വരാം. ഗൈസ്, നമുക്ക് പെട്ടെന്ന് അവരെ പോയി വിളിക്കാം. ഡോറേമോൻ വന്നെന്നാണ് ചിൻചാൻ തുള്ളിച്ചാടിയേക്കും വരാം നമ്മള്. ഗൈസ്, നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ചിൻചാൻ അറിയാം, പെട്ടെന്ന് താഴത്തേക്ക് വാ. ഡോറേമോൻ വന്നിട്ടുണ്ടല്ലേ, തമ്മില്ല, പെട്ടെന്ന് താഴത്തേക്ക് വാ. ഗൈസ്, നമുക്ക് എന്തായാലും താഴത്തേക്ക് പോവാം. അത് കഥ പറയാൻ എനിക്ക് താല്പര്യമില്ല. ഗൈസ്, നമ്മൾ എന്തായാലും ഇവരെയൊക്കെ വിളിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് നമ്മുടെ കാറ്? ഷിൻചാൻ ഈ ഡോറേമോനായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കുകയാണല്ലേ. എങ്ങനെയുണ്ട് നമ്മുടെ കാറ്? കൊള്ളാവോ? കാറും കൊള്ളാൻ, ഡോറേമോനും സൂപ്പറാ. ഡോറേമോൻ ഇത്രയും ക്യൂട്ടായിട്ട് അവരവിടെ സംസാരിച്ചോണ്ടിരിക്കട്ടെ. ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. പിന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്. അപ്പം ടാറ്റ ബൈ ബൈ. ഞാൻ തിരിച്ചു തരട്ടെ.